ഹലോ ഗൈസ്, പറ. വെൽക്കം ടു ആർജെ ബിൻഷീസ് യൂട്യൂബ് ചാനൽ. യാ, ഇന്ന് മരിയനെ നാട്ടിൽ കടത്താൻ വേണ്ടി പോവാണ്. അതിന് മുൻപുള്ള മണിക്കൂറുകൾ മാത്രമാണ് മരിയക്ക്. അത് കാരണം ഈ അറുക്കാൻ വെച്ചിരിക്കുന്ന പോത്തിന് ഫുഡ് കൊടുക്കുന്ന പോലെ മരിയക്ക് ഫുഡ് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലേ അപ്പാ? അതെ. എന്താ ഒരു ക്ഷീണം, ഉറങ്ങിക്കിടന്നോണ്ടിരിക്കുകയല്ലേ? ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചോ ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കും. ഫുഡ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എണീറ്റ് വരുമല്ലോ അല്ലേ? മോളെന്തിനാ വന്നത്? ഇവിടെ നോൺ വെജാ ഉള്ളത്. അല്ല, ഫുഡ് എന്ന് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന ഒരു ബന്ധമില്ലാത്ത മനുഷ്യൻ ആദ്യമേ പോയി അടുക്കള സൈഡിൽ കൂടെ. നമുക്ക് വാ കേറാം. എനിക്ക് വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞ. മരിയ ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യാൻ പോയിരിക്കായിരുന്നു. എവിടെ പോയതാ മരിയെ? ഞങ്ങള് സൂചി കുടിക്കാൻ സാധാരണ നിങ്ങൾ സൂചി നൂലും പോർക്കാണല്ലോ ചെയ്യുന്നത്, നിങ്ങൾ അത് കുടിക്കോ? അല്ല, കരിക്കഞ്ഞിന് സൂചി എന്ന് പറയും. ഓക്കെ ഓക്കെടാ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്താ മരിയ പറഞ്ഞത്? ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. ലൈറ്റ് ആയിട്ട് ഒരു മന്തി. ലൈറ്റ് ആയിട്ടാണ് പുറത്ത് ഇവിടെ ലൈറ്റ് കിടപ്പുണ്ട്. അത് കേൾക്കാത്തോലിരിക്കുക. നിങ്ങക്കൊന്നും വേണ്ടേ? നിങ്ങള് എന്തൊക്കെ ഫുഡാ കഴിക്കുന്നത് കാണാൻ വന്നു. ഒരു സത്യം പറയട്ടെ, ചാച്ചൻ അവിടെ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കാർ എടുത്തോണ്ട് മരിയനെ അമ്മേനെ കൊണ്ട് പോവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഈഗോ അടിച്ചിട്ട് എന്തോ എണീറ്റ് വന്നതാ, കുശുമ്പ കൊണ്ട് വന്നതാ. സത്യമായിട്ടും സത്യമായിട്ടും അത് ചോദിച്ചു നോക്ക്. അല്ലേ അമ്മ? സത്യമായിട്ടും കാറ്റും മഴയത്തും ഇടിവെട്ടും കാറ്റും മഴയത്തും ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഓർത്ത് വന്നു. അയ്യോ കേറെ എന്റെ അപ്പന്റെ ഉള്ളില് എനിക്ക് അവിടെ ഒറ്റക്ക് കിടക്കാൻ പേടിയായിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ എത്ര വിശന്നിട്ടും കുടലകത്തിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് നമ്മുടെ ശീലമാണ് കേട്ടോ. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരും അങ്ങനെ വിശന്ന് ഞങ്ങൾ എടുക്കുന്നത് നോക്കിയിരിക്കും. ഇന്ന് വീഡിയോസൊക്കെ എടുത്തിരിക്കുന്ന മരിയാണ് കേട്ടോ. ബിൻഷയ്ക്ക് എന്റെ അടുത്ത് കുശുമ്പ ഗായ്സ്. ബിൻഷ എന്നെ എവിടെ ഒറ്റക്ക് വിടത്തില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിവാൻഡ്രം പോകാന്ന് പറഞ്ഞപ്പോഴേക്കും ബിൻഷി ചുമ്മാ വാലത്തൂങ്ങി. ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാ. ഞങ്ങൾക്ക് ആർക്കും ബിൻഷിനെ കൂടെ ഒരു താല്പര്യമില്ല. എന്റെ ബിൻഷി ചുമ്മാ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാ. ഇഷ്ടമുള്ളതാണെങ്കിൽ ഇതേപോലെ ഫ്രണ്ട്സിന്റെ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴേ പോയി ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. നിങ്ങൾ വേറെ ഓടി ഇതൊന്നും ആൾ ഇടത്തില്ല, എനിക്കറിയാം. ആര് പറഞ്ഞു? ഞാൻ അഭിമാനമുള്ള ഞാൻ ഇടും. പിന്നെ ഇടും. ഫുഡ് കഴിക്കാനല്ല എന്ത് പരിപാടിക്ക് പോയാലും നമുക്ക് വായും പൊട്ടി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഫുഡ് കഴിക്കുന്നതിനിടയ്ക്കും ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ മരിയായിട്ട് എവിടെ പോയാലും നമുക്കിങ്ങനെ അടിയൊക്കെ വെച്ച് 1-2 പറഞ്ഞിരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അപ്പം എന്തായാലും അവൾ പോകുന്നതോടെ കൊണ്ട് നമുക്ക് വല്ലാത്തൊരു മിസ്സിങ് കൂടാണ്. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങിക്കിടന്ന ചാച്ചനെയൊക്കെ വിളിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അമ്മയാണെങ്കിൽ നോൺ വെജ് ഒന്നും കഴിക്കില്ല. സോ അമ്മയുടെ വെജ് ഫ്രൈഡ് റൈസ് മരി ഇപ്പത് അടിച്ചു മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാൽക്കപ്പയും നല്ല ബീഫും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പാൽക്കപ്പ കുറച്ച് കഴിച്ചിട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് കബാബാണ്. കബാബിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. അല്ലാണ്ട് ഞാൻ ചിക്കനും ബീഫും അങ്ങനെ കഴിക്കാറില്ല. ഇപ്പം നിങ്ങൾ ഓർക്കും നമ്മൾ ഈസ്റ്ററിന് നോമ്പല്ലേന്ന്. നോമ്പാണ് ഗൈസ്, പക്ഷെ ഇന്ന് നമ്മൾ മുറിച്ചു. നിന്റെ വണ്ടിക്ക് തന്നെ ലാനപ്പുറത്ത് കയറുന്ന പോലെ. അങ്ങനെയാണോ മരിയേ? അതെ 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 അതെ. ആണോ? ഞങ്ങള് കഷ്ടപ്പെട്ട് വലിഞ്ഞു ഇറങ്ങിക്കോ, വണ്ടി ഇറങ്ങിക്കോ. കഷ്ടപ്പെടുന്നത് ഇറക്കാൻ പറ്റില്ല. അടച്ചേ എന്റെ വണ്ടീന്റെ കുറ്റം പറയുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന എന്റെ കെർവിനെയാണ് കേസ് അവർ പറയുന്നത് ആനപ്പുറത്ത്. എന്താ പറയാ, നമ്മുടെ വണ്ടിക്ക് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണേ. അപ്പം കുറച്ച് ഹൈറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് പാടാണ്. എനിക്ക് നഖമുള്ളത് കൊണ്ട് തുറക്കാനും കുറച്ച് പാടാണ്. സോ ഗൈസ്, ഇപ്പൊ നമ്മൾ ഉള്ളത് സത്യം പറഞ്ഞ ഈ വീട് കണ്ടോ, ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾ 10-11 വർഷം വാടകയ്ക്ക് താമസിച്ച വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ല. ഇവിടെ അമ്മയുണ്ട് കാറില്. നമ്മുടെ ചാച്ചൻ കാണുന്നത് ഷാപ്പാണ്. നല്ല അടിപൊളി ഫുഡ് കിട്ടും. അപ്പം ഇന്ന് ചോറിന്റെ കൂടെ കക്കായിറച്ചി ഷാപ്പിൽ നിന്ന് മേടിക്കാന്ന് പറഞ്ഞ നല്ല ഹോംലി ഫുഡ് കിട്ടുന്ന ഷാപ്പാണ്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ വീഡിയോ കണ്ടല്ലോ. അപ്പം അതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ മിസ്സായി പോയി. ഫുഡ് അടിക്കാൻ നിങ്ങൾ കണ്ടു. ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണത്തിൽ നമ്മൾ പിന്നെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതൊന്നും വീഡിയോക്കകത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ വെളുപ്പിനെ നമ്മൾ ഞങ്ങൾ എണീറ്റു മരിയനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അപ്പൊ മരിയ പോകുന്നത് എങ്ങോട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മരിയ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് ഗൈസ്. ട്രിവാൻഡ്രത്ത് പ്രൊജക്ടിനായിട്ട് പോവാണ്. ഇനിയിപ്പോ 3 ആഴ്ച കഴിഞ്ഞ് മരിയ വരത്തുള്ളൂ. അവളെ നമ്മൾ മിസ് ചെയ്യും അല്ലേ മാ?
ശരിക്കും മിസ് ചെയ്യും. ഓ അമ്മ ഇപ്പൊ ആ വീട് മിസ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങോട്ട് അല്ല, നോക്കി. ഞാൻ നട്ടുപിടിപ്പിച്ച പേരൊക്കെ അത് നിറയെ പേര്. ഓ സൺറൂഫ് എന്തിനാന്ന് അറിയാമോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് മേളിൽ കൂടെ അമ്മയുടെ ചെടിയും പേരക്കയും മാങ്ങയൊക്കെ കാണാൻ വേണ്ടിയാ. ഞാൻ ഈ വീട്ടിൽ താമസിച്ചപ്പോ ഞാൻ നട്ടുപിടിപ്പിച്ച ഈ പേരമരം. ഇതല്ല, നമുക്ക് ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നമുക്ക് നമ്മള് ഇത്രയും വർഷം താമസിച്ച വീടിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സീനില്ല. എന്നാലും എന്താ വെച്ചാൽ അച്ഛൻ കക്കാർച്ചി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കി വീഡിയോ കണ്ടിട്ട് വരൂ ഗൈസ്. ബൈ ഗൈസ്. അമ്മയെ ഞാനും മരിയനെ ആക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷൻ റിജക്ട് ചെയ്തു. ഞാൻ അപ്പൊ തന്നെ മരിയെ കൊണ്ടുപോയില്ല. മരിയ ഞങ്ങൾക്ക് നല്ല ചാച്ചാ. പിന്നെ ഈ വർഷം പണ്ടേ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ഉപേക്ഷിച്ചു. മരിയ വരണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ സങ്കടം ഉണ്ടല്ലേ അമ്മ? അതുകൊണ്ട് ഇവര് അടുത്ത ട്രെയിൻ പിടിച്ച് സർപ്രൈസ് ആയിട്ട് വരും. ഇല്ല, ഞങ്ങൾ അഭിമാനമുള്ളവരാ. ഞങ്ങൾ അങ്ങനെ വരത്തില്ല അല്ലേ അമ്മ? ഇപ്പൊ തന്നെ കാർ എടുത്ത് അങ്ങ് വന്നു. അതെ, ഞങ്ങള് കെർവും വിത്ത് ഡ്രൈവർ ഇവിടെ റെഡി. ഗർഭിനെ ഞങ്ങള് തിരുവനന്തപുരം കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. ഓൾറെഡി കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനാണ് കെർവ് ആദ്യമായിട്ട് ട്രിവാൻഡ്രം കാണുന്നത്. അതിനൊരു ആഗ്രഹം ഉണ്ടോന്ന് തിരുവനന്തപുരം വീണ്ടും ഒന്നുകൂടെ കാണണോന്നല്ലേ? ആ എന്തായാലും മരിയെ ഞങ്ങള് കൊണ്ടുപോകത്തോണ്ടൊന്നും അല്ല ഞങ്ങള് പോവാത്തത്. ഞങ്ങള് നാണമില്ലാണ്ട് വലിഞ്ഞു കയറി വന്നതുമല്ല. എനിക്ക് ഫ്രീഡം തരുന്ന മോഡേൺ ഫാമിലി. അല്ല, മരിയെ ഞങ്ങള് ശല്യമാന്ന് പറഞ്ഞു കൊണ്ടുപോകത്തൊന്നും അല്ല. ഇല്ല, മരിയക്ക് ഞങ്ങൾ അതിയായ സ്നേഹമാണ്. ഞങ്ങളെ മരിയെ മിസ് ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച അല്ലേ മരിയെ? ഉമ്മതാ ഒരു ഇല്ല, ഉമ്മയ്ക്കൊരു സ്നേഹമില്ല. നല്ലൊരു ഉമ്മ തരുന്ന. ഞാനും തരാം, വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അർജബിൻസ് ഒരാൾക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണമെന്നാണ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ക്വാളിറ്റി ഇല്ലെന്ന് തരാം. എവിടെ ആരെന്ത് ചെയ്താലും വായ പൊളിച്ചോണ്ട് ചിരിച്ചോണ്ടിരുന്നോ? അള്ളയുടെ ചിരിയാണ് എന്റെ വീഡിയോക്കകത്ത് മുഴുവൻ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയൊക്കെ എന്നെ ഉപദേശിച്ച് ലക്ഷദ്വീപ് വിട്ടതൊക്കെ ഓർമ്മ ഉണ്ടാകുക. അതുപോലെ അടങ്ങി ഒതുങ്ങി മര്യാദക്കൊക്കെ പഠിച്ചിട്ട് വരിക. കറങ്ങിയത് നടക്കരുത്. പഠിക്കണം. ചേച്ചീനെ കണ്ട് പഠിക്കണം. ചേച്ചീനെ പോലെ ആകണം. ചേച്ചി തിരുവനന്തപുരത്ത് 2 മാസം പോകുന്നുണ്ടായിരുന്നു ഡിഗ്രി കാലഘട്ടത്തിൽ. അതുപോലെ നിക്കണം. അതുപോലെ അങ്ങനെ ഗൈസ്, മരിയ പോവാണ്. ബൈ. അയ്യോ, ഇനി ലൈവില് വരത്തില്ലല്ലോ. ബാദുഷ ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ.